നമസ്കാരം. ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലെ ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതിനായി ഇസ്രായേൽ സൈന്യം നടത്തുന്ന സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 50ഓളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഒരു ഇസ്രായേൽ സൈനികനും പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ ഈ ഏറ്റവും വലിയ ആശുപത്രി കേന്ദ്രമാക്കിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് എന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് നേരത്തെ പലവട്ടം ഇസ്രായേൽ സൈന്യം ഈ ആശുപത്രിയിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് നിരവധി ഹമാസ് നേതാക്കളെ പിടികൂടുകയും ചെയ്തത്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹമാസ് തീവ്രവാദികൾ ഈ ആശുപത്രിയിൽ കയറിപ്പറ്റിയെന്നും ഇവർ അവിടെ ഇരുന്നു കൊണ്ട് അടുത്ത ആക്രമണങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായും വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇസ്രായേൽ സൈന്യം ആശുപത്രി വളപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹമാസ് തീവ്രവാദികൾ അവർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രത്യാക്രമണത്തിലാണ് 50ഓളം പേർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം 40ഓളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ അത് 50 ആയി ഉയർന്നിട്ടുണ്ട്. ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 180ഓളം പേരെ ഇസ്രായേൽ സൈന്യം പിടികൂടിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കണ്ടെത്തിയവരാണ് ഇവർ. കഴിഞ്ഞ തിങ്കളാഴ്ച 200ഓളം പേരെ ഇവിടെ നിന്ന് ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലെടുത്തിരുന്നു എങ്കിലും ഇതിൽ 20 പേരെ വിട്ടയക്കുകയായിരുന്നു. അവർക്ക് ഹമാസുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇവരെ വിട്ടയച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ ആരംഭിച്ച റെയ്ഡിന് നേതൃത്വം നൽകുന്നത് ഇസ്രായേലിൻ്റെ നാവിക സേനയിലെ ഭടന്മാരാണ്. അതേസമയം മധ്യ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ വൻ ആയുധശേഖരവും ഇസ്രായേൽ സൈന്യം തകർത്തു. ഖാൻ യൂനീസിൽ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ ആക്രമണത്തിലും നിരവധി ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹമാസ് തീവ്രവാദികൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 14ഓളം പേർ സാധാരണക്കാരായ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് ഇസ്രായേലിനെ ലോക ജനതയുടെ മുന്നിൽ ആക്രമണകാരികളെ ചിത്രീകരിക്കാനായി ഹമാസ് നടത്തുന്ന വ്യാജ പ്രചരണമാണോ എന്ന് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഓരോ ആക്രമണങ്ങൾ കഴിയുമ്പോഴും ഇസ്രായേലിന് നേർക്ക് സാധാരണ പൗരന്മാരെ കൊന്നുവെന്ന ആരോപണവുമായി ഹമാസ് തീവ്രവാദികളും അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ രംഗത്തെത്താറുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. മാത്രമല്ല, ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഖത്തറിൽ വീണ്ടും പുരോഗമിക്കുകയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് വലിയ പ്രത്യാശയൊന്നും ഇസ്രായേൽ വെച്ച് പുലർത്തുന്നില്ല. കാരണം ചർച്ചകളിലുടനീളം ഹമാസ് തീവ്രവാദികൾ സ്വീകരിച്ചിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കടും നിലപാട് തന്നെയാണ് ഇതിൻ്റെ പ്രധാന തടസ്സങ്ങളിലൊന്ന്. ഏതായാലും ഖത്തറും ലെബനനും എല്ലാം തന്നെ ഇപ്പോൾ ഇക്കാര്യത്തിൽ തങ്ങളെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കിയാണ് ഹമാസ് തീവ്രവാദികളെ അധികം സംരക്ഷിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തിയിട്ടുള്ളത്.